ഞങ്ങൾ പള്ളിയിലോട്ട് വരികയല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി എന്ന് വെച്ചാ ആ മുതലാളി ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞ. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് വേണോന്ന് പറ, അതൊന്ന് കേക്കട്ടെ. തോവാച്ചൻ എന്ത്? നിങ്ങളോട് ഈ കാര്യം പറഞ്ഞായിരുന്നു പറഞ്ഞ് അങ്ങാട് ഇറങ്ങിപ്പോയതാണ്. എവിടെ പോയെന്ന് അറിയാമേ. കണ്ടോ, ഇത് തന്നെ ഒരു വിളവല്ലേ? വിളവൊന്നുമല്ല അക്കച്ചേടത്തി, നിങ്ങളുടെ നേരെ നോക്കി വർത്താനം പറയാനുള്ള വിഷമം കൊണ്ട് ഇറങ്ങിപ്പോയതാണ്. അപ്പൊ തോമാക്ക് കല്യാണം വേണ്ടാന്നായിരിക്കും. അതെ. അയ്യോ അങ്ങനെ പറയല്ലേ, മനസ്സുയുദ്ധം നടന്നതല്ലേ. കല്യാണം കഴിഞ്ഞാലും മുതലാളി തിരിച്ചു വന്നാ പണം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കല്യാണം നടന്നോട്ടെ. അത് മനസ്സിലിരിക്കട്ടെ. രൂപ 500 മുമ്പേ എണ്ണിത്തരാണ്ട് മത്തായി കുട്ടീനെ കിട്ടുകയല്ല. ശ്രീധനത്തുക മാത്രം കട കേക്കാൻ മേലെന്ന പ്രമാണം. ഇവരോട് പോവാൻ പറയാൻ പറ്റി. പണമില്ലെങ്കിൽ കല്യാണം നടക്കില്ല, അത്രയല്ലേ ഉള്ളൂ. അമ്പടി, ഞങ്ങൾ പറഞ്ഞു നിനക്ക് പിടിച്ചില്ല അല്ലേടി? പറയാനുള്ളത് അമ്മച്ചി പറഞ്ഞില്ലേ? പിന്നെയായിട്ട് വിഷമിപ്പിച്ചാ പണം വരുമോ? നീ ഒന്നും പറയണ്ട അടി മോളെ. ഇവിടെ വർത്താനം കേട്ടാ തോന്നും നമ്മുടെ മോന് വേറെ പെണ്ണ് കിട്ടുകയല്ലെന്ന്. നീ അധികം കിടന്ന് വാശി പിടിച്ചാലുണ്ടല്ലോ, ഈ കല്യാണം നിശ്ചയിച്ചിരിക്കണ അന്ന് തന്നെ മത്തായി കുട്ടിയെ കൊണ്ട് ഞാൻ വേറെ പെണ്ണ് കിട്ടി. നീ നിന്റെ പാട് നോക്കി പോടിയപ്പുറം. ഞാൻ എന്റെ പാട് നോക്കി എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ വലിഞ്ഞു കയറി വന്നല്ലേ ഇവളി പറഞ്ഞു വെച്ചത്. നീ അത് പറയണവടി. ഇത്രയും പേരുദോഷം കേട്ട നിന്നെ ഞങ്ങളുടെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാന്ന് വെച്ചാൽ ഞങ്ങളോട് നീ ഇത് പറയണവടി. പേരുദോഷമാ? എന്നതാണ് പേരുദോഷം? എന്താണ് പേരുദോഷമൊന്നും ഇല്ലേ? ആദ്യം കേട്ട് കറിയായുമായിട്ട് കയ്യാണെന്ന്, അതിനിടയല്ലേ ഇക്കൊച്ചനും കുഞ്ഞമ്മവും കയറി വന്നു. ഇറങ്ങണ പെരേ കരുന്നുണ്ട് കളവനും കളത്തിയും കൂടി വേണ്ടാന്ന് ഞാൻ പറയണ. ചവിട്ടാനും പിടിക്കാനും ഒന്നും വരണ്ട, ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. അങ്ങ് അടിക്കല്ലേ, മനസ്സിലാദ്യം നടന്നെങ്കിലേ അങ്ങാട് മറന്നു കള. നിങ്ങൾക്ക് പെണ്ണ് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. തീർന്നല്ല. ഞങ്ങൾ ചെറുക്ക് വേറെ പെണ്ണ് കിട്ടുമല്ലോ ഞങ്ങൾ നോക്കട്ടെ കേട്ടാ. രൂപ അവരുടെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലേ അവർ തരാത്തത്. കല്യാണം കഴിഞ്ഞ് തരാമെന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മളെ പറ്റിക്കാനുള്ള വേലയാടാ മോനെ. അപ്പച്ചനിങ്ങനെ മനുഷ്യത്വമില്ലാതെ വർത്താനം പറയരുത്. സ്വന്തം മകളുടെ കാര്യത്തിൽ ആരെങ്കിലും പറ്റിക്കാൻ നോക്കും അപ്പച്ച. ഈ പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് നിനക്ക് എന്താ നിർബന്ധം? മനസ്സ് ചോദ്യം കഴിഞ്ഞ പെണ്ണിനെയല്ലമ്മേ കെട്ടേണ്ടത്. ആഹാ, പക്ഷേങ്കിലേ ശ്രീധരം ഇല്ലാണ്ട് ഈ പെണ്ണിനെ കെട്ടാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. നീ അത് സ്വപ്നത്തിൽ കാണണ്ട. നിനക്ക് ഞങ്ങൾ വേറെ പെണ്ണിനെ കണ്ടത്. വേറെ പെണ്ണിനെ എനിക്ക് ആവശ്യമില്ല. ആഹാ, അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന്റെ മോളെ തന്നെ നിനക്ക് കെട്ടണം അല്ലേടാ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് നിങ്ങൾ അവിടെ ചെന്ന് അനാവശ്യം പറഞ്ഞിട്ടായിരിക്കും. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് മേരിക്കുട്ടി തന്നെയായിരിക്കും. എങ്കിൽ നിനക്ക് ഞാൻ തട്ടാൻ തൊടാതെ ഒരു പൊയ്മോതിരടിച്ചു തരാം. എടാ, നീ അവളെ കെട്ടണ ദിവസം ഞങ്ങളുടെ രണ്ടുപേരുടെ ശവമായിരിക്കും ഇവിടെ കിടക്കണമെന്ന് നീ കരുതിക്കും. എടാ, സ്ത്രീധനം എന്ന് പറയുന്നത് ആ മക്കളെ വളർത്തുന്നതിന് അപ്പനും അമ്മയ്ക്കും ഉള്ള കൂലിയ. അത് കിട്ടാണ്ട് ഈ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കുമെന്ന് നീ കരുതണ്ട. അപ്പോ അതാണ് നിങ്ങളുടെ തീരുമാനം. ശരി, നിങ്ങൾ കൂലി വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. അങ്ങനെ നീ ഞങ്ങളെ പേടിപ്പിക്കാൻ പറ്റും വേണ്ട കേട്ടാ. നീ പറയുന്നത് മാത്രം അങ്ങോട്ട് നടന്നാ പോരല്ല, ഞങ്ങൾ പറയുന്നത് കൂടെ ഒന്ന് നടക്കണമല്ല. അപ്പനും അമ്മയും ഇല്ലാണ്ട് ഇവൻ പോയി പെണ്ണ് കെട്ടുപോ. എന്നാ നമുക്കൊന്ന് കാണണമല്ലോ. അത് തന്നെ ഒന്ന് കാണണം. മത്തായിക്കുട്ടി, നീ എവിടെ പോകുന്നു മോനെ? മത്തായിക്കുട്ടി, നീ എവിടെ പോകുന്നടാ? ഞാൻ മടങ്ങി പോവുകയാണ്. അയ്യോ, എന്റെ പൊന്നു മോനെ പിണങ്ങി പോവാതാ. നീ ഞങ്ങളെ ഉപയോഗിച്ചിട്ട് പോകാനാണ്. എടാ, കയ്യും കാലും ഇല്ലാത്ത അപ്പച്ചനാ എന്നെ വിളിക്കണേ. അവൻ പോവുകയും പറ്റൊന്നുമില്ലെന്നേ. അവൻ അവിടം വരെ ചെന്നേച്ചും കൂടെ മടങ്ങിപ്പോരും, നമ്മളെ പേടിപ്പിക്കാനാ. അത് പറ, പേടിപ്പിച്ചാ പെണ്ണ് കെട്ടി കൊടുക്കുമെന്നായിരിക്കും. ആദ്യത്തിരി നേരാ.
പേടിക്കണ്ട. ചിലപ്പോൾ അമ്മച്ചി അവിടെ നോക്കും, അതുകൊണ്ടാണ് കഥ കടച്ചത്. എന്താണ് പറയാനുള്ളത്? എനിക്ക് പോണം. മേരിക്ക് എന്നോട് ഇത്രയേറെ വിശ്വാസമില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പറയരുത് ജോയിച്ച. എന്റെ അപ്പച്ചനെ രക്ഷിച്ച ജോയിച്ചനെ എനിക്ക് വിശ്വാസമാണ്. എന്നിട്ടാണ് മേരി ആ പട്ടാളക്കാരനുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്ക് എന്നാ ചെയ്യാനൊക്കും ജോയിച്ച? നിന്നെ ആരെങ്കിലും വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ മേരി, അത് ഞാനായിരിക്കും. ജോയിച്ച, മറ്റാരും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മേരി, നീയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ജോയിച്ചന്റെ അപ്പച്ചനും അമ്മച്ചിയും സമ്മതിക്കുമോ? മേരിക്ക് സമ്മതമാണോ? എന്നോടാണോ ജോയിച്ചൻ ഇങ്ങനെ ചോദിച്ചത്? വെറുതെ ചോദിച്ചതല്ലേ മേരി. നീ എന്റെ പ്രാണനാണ്, എന്റെ പ്രാണനാണ്. ജോയിച്ച, മേരി, ജോയിച്ച, ഞങ്ങൾ പാവങ്ങളാണ് ജോയിച്ച. മേരി, ഞാൻ നിന്നെ എന്റെ റാണിയാക്കും, എന്റെ റാണിയാക്കും. മേരി, മേരി, ജോയിച്ച, മേരി. ജോയിച്ച. വീട്ടുകാരെ, വീട്ടുകാരെ, ആരെ കറിയായാ? ആരോ ആവട്ടെ, ഞാൻ കൊണ്ടുവന്ന സാരിയും പൊന്നുമല്ല ഇനി തരി. ഏതായാലും കറിയ അങ്ങാട് കയറി ഇരി. ഇല്ല, ഞാൻ ഇരിക്കണില്ല. എന്താണ് നിങ്ങൾ ഇത്രക്കാരാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഓ ചെയ്യണ്ട. എത്രക്കാര് എന്നാ ഞങ്ങ കാണിച്ചേ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഏ. എന്റെ പൊന്നു സാരി ചേരി. ഇല്ല, ഞങ്ങ എന്നാ ചെയ്തെന്ന് പറ, എന്നാലേ തരുള്ളൂ. പറയടാ എന്ത് ചെയ്തെന്ന്. അയ്യോ, പഴക്കൊന്നും ഉണ്ടാക്കണ്ട. വിടാൻ. നീ വലിയ ആളാവാൻ വന്നിരിക്കാണല്ലേ? തോമാടുത്ത് നീ ആളാകാൻ നോക്കണ്ട. ആ ഇയാൾ കൊണ്ടുവന്നല്ല ഇതാ കിടക്കുന്നു. ഇവിടെ ആർക്കും വേണ്ട. എടുത്തോണ്ട് പറ, എടുത്തോണ്ട് പോരാ പറഞ്ഞ. എന്നാ കറി ഇത് കൊണ്ടുപോയിക്കാം. ഇനി ഇവിടെ നിൽക്കണം. എനിക്ക് വേണ്ട എടുത്തു. പിന്നെ കറിയാ ചോദിച്ചതാ. ഞാൻ ചോദിച്ചത് വേണ്ട, അതിനിവിടെ വെച്ചേക്കാൻ പറ്റില്ല. കൊണ്ടുപോയിക്കോ. എനിക്ക് വേണ്ട തോമച്ചേട്ടാ. ഞാനിത് മേരിക്കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് അവക്ക് എന്നെ കൊടുത്തേച്ചാ മതി. ഞാൻ ഈ നാട് വിട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കറിയാ, എടാ ഇങ്ങോട്ട് വരാ. ഇങ്ങോട്ട് വാ. എടാ, നിനക്ക് മേരീനെ കെട്ടണോ? എടാ, കെട്ടണോന്നാണ് ചോദിച്ചത്. എന്നെ തല്ലാനാണ്. എടാ, മേരീനെ നിനക്ക് കെട്ടണമെങ്കിൽ ഞാൻ കെട്ടിച്ചേരാം. ധൈര്യമായി പറ. എങ്കിൽ കെട്ടണം. സമ്മതിച്ചിരിക്കണം. പക്ഷെ എങ്കിൽ ഒരു കാര്യം, നിനക്ക് തരാൻ എന്റെ കയ്യിൽ പണമില്ല. എനിക്ക് ഒറ്റ കാശും വേണ്ട. മേരിക്കുട്ടിനെ എനിക്ക് കെട്ടിത്തന്നാൽ മാത്രം മതി. എന്റെ കർത്താവേ, എന്റെ ആശ നിറവേറ്റി. ഇവൾ ആദ്യമേ പറഞ്ഞതാണ്. അന്ന് ഞാൻ സമ്മതിച്ചില്ല. ഇന്ന് ഞാൻ സമ്മതിച്ചിരിക്കണം. കെട്ടൊന്നും നടക്കണമെന്ന് പറ. കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പുറമ്പോക്കി താമസിക്കില്ല. വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ നാട്ടിൻ പുറത്തൊരു പഴയ വീട് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അത് ശരിയാക്കുന്നവരെ സമയം. അത് നിന്റെ ഇഷ്ടം. മേരീനെ നിനക്ക് കെട്ടിച്ചേരാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. കെട്ട് അപ്പൊ നടത്തണോ അപ്പൊ ഒന്ന് പറഞ്ഞാ മതി. ഞാൻ അറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ പോയി വീട് നന്നാക്കി വെച്ച് മടാമ. ഞാൻ പോയിട്ട് വരട്ടെ. എന്റെ മോൻ നന്നായി വാ.
മോളെ മേരിക്കുട്ടി, മോളെ മേരിക്കുട്ടിയെ. എന്താ അമ്മച്ചി? എന്റെ പ്രാർത്ഥന കർത്താവ് കൈക്കൊണ്ടടി മോളെ. എനിക്ക് കല്യാണം വേണ്ട അമ്മച്ചി. എന്ന് ആര് പറഞ്ഞു? എന്തായാലും ശരി, എനിക്ക് കല്യാണമേ വേണ്ട. ദേവണ്ണെ, ഇതിന്റെ ഇടയിൽ അടങ്ങേടുണ്ടാക്കിയാലുണ്ടല്ലോ. ആ, ഞാനിപ്പോഴൊന്നും പറയണില്ല. കല്യാണം വേണ്ടെന്ന്. ആ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അവിടെ മൂദേവി. മാറ്റോ, ഇങ്ങോട്ടൊന്ന് കയറിയച്ചും പറഞ്ഞേ. ഇങ്ങോട്ടൊന്ന് കയറിയച്ച്. ഇത് നമ്മുടെ ഇക്കോയും കുഞ്ഞുമ്പോല്ലേ? ഇരിക്കണോ? രണ്ടും കൂടെ വാതൊക്കെ വന്ന് വിശക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ചോറ് കൊടുത്തു. നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് എപ്പോ വന്ന്? ഞങ്ങൾ വരുന്ന വഴിയാണ് തോമാച്ച. ഇരി ഇരി ഇരി. ഞങ്ങള് വഴി ചത്തു പോറ്റുള്ളൂ. ഇരി ഇരി ഇരുന്നു. പിന്നെ നമ്മളെ കുടലെല്ലാം മുറിഞ്ഞു പോയി. കർത്താവ് വിചാരിച്ച് തോമാച്ചന് ഒരു ഉപകാരം ചെയ്യണം. എന്നതാ? ഞങ്ങളുടെ ആ കേസ് രാജിയാകണം. എന്തിന്? ഞങ്ങൾ ഈ പുറംപോക്കിന്ന് പോകാൻ പോകണം തോമാച്ച. ഇത് ചോറ് തന്നെ. ഞങ്ങൾ എവിടെ കിടന്നാല് മയ്യത്തായി പോകത്തുള്ളൂ. പട്ടിണി കിടന്നു. ഇനി പഴയതുപോലെ ആളുകളെ പേടിപ്പിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട. എവിടെങ്കിലും പൊയ്ക്കോ, അതാ നല്ലത്. അതല്ല മറിയപ്പമ്പടെ കേസ് രാജിയാക്കാൻ പറയാന്ന്. രാജിയാക്കണമെങ്കിൽ രാജിയാക്കാൻ എനിക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പറയരുത് തോമാച്ച. ഇരി. ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇനി കേസ് നടത്താനുള്ള ശേഷി ഞങ്ങൾക്കില്ല. അറിയേ, ഇവർക്ക് രണ്ടുപേർക്കും ഓരോ രൂപ കൊടുത്തേരെ. ഞാൻ നിനക്ക് തന്നേക്കാം. രൂപ കൊടുത്ത് അതുകൊണ്ടുപോയി കള്ളു കുടിച്ചിട്ട് പിന്നെയും വഴക്കിന് വരുമല്ലോ. അയ്യോ, ഞങ്ങൾ നിർത്തി തോമാച്ച. ഞങ്ങൾ നിർത്തിയെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എന്നോട് ക്ഷമിക്കണം. മറിയിച്ചെടുത്ത് ക്ഷമിക്കണം കേട്ടാ. ഇന്ന് മുതൽ കാണരുത് കേട്ടാ. നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഇടവൻ. അപ്പച്ചൻ ഇത് അറിഞ്ഞാ കൊന്നുകളെ. എന്തായാലും ഇനി കാണാതിരിക്കാൻ പറ്റുകയില്ല അമ്മച്ചി. എന്താടി മോളെ, വല്ല കുഴപ്പവും പറ്റിയ? അതിന് അമ്മച്ചി എന്തിനാ പേടിക്കുന്നേ? ജോയിച്ചൻ എന്നെ കല്യാണം കഴിക്കുമല്ലോ. അതാണോടി മോളെ നീ ഓക്കാനിച്ചത്? എന്റെ മോളെ, നീ എന്നെ ചതിച്ചോടി. അമ്മച്ചി, 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 നോക്കൂ അമ്മച്ചി. എന്നതാടി? അമ്മച്ചി, എന്നതാടി? അമ്മച്ചി, മറിയ ചേർത്തിയെ തറതി ചേർത്തി മരിച്ചു. എന്റെ കർത്താവേ,